മമ്മൂട്ടിക്കെതിരെ മമ്മൂട്ടി വിളിച്ചു, മമ്മൂട്ടിക്കെതിരെ പറഞ്ഞു, അങ്ങനെ മമ്മൂട്ടിക്കെതിരെ ഒക്കെ പറയാൻ സാന്ദ്ര എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു പിന്നെ കുറെ കമന്റുകളൊക്കെ. മമ്മൂട്ടി ഇതിനകത്തേക്ക് വലിച്ചിട്ടു, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചവരുണ്ട്. എന്നോടൊരു ചോദിച്ച ചോദ്യമാണ്. ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും ഉന്നത പൊസിഷനിലിരിക്കുന്ന ലാലേട്ടനും മമ്മൂക്കയും, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഈ രണ്ട് വ്യക്തികൾ എന്നെ വിളിച്ചിരുന്നോ, അവരിതിനെ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താണോ ഉണ്ടായത് അത് ഞാൻ പറഞ്ഞതാണ്. അതിനകത്ത് ഞാൻ വെള്ളം കലർത്തിയിട്ടില്ല, അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. അത് ആരെയും മോശക്കാരനാക്കാനോ കരിവാരി തേക്കാനോ ഒന്നും ആരും വലിച്ചിട്ടതും ഒന്നുമല്ല. അത് എനിക്കുണ്ടായ അനുഭവമാണ്. അതൊരു റൈറ്റ് ടൈമിലല്ലായിരുന്നു അങ്ങനെ ഒരു കോള് വന്നത്. ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭീഷണി സ്വരത്തിൽ എന്നെ വിളിക്കുമ്പോൾ അന്ന് എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞത്. ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ചില വിഗ്രഹങ്ങൾ ഉടയുന്നത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴും അതായിരിക്കും വിഷയം അല്ലേ? ഈ തിരശ്ശീലയിൽ നിന്ന് പുറത്തോക്കി വരുമ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ മലയാളിക്ക് ഇപ്പോഴും പറ്റാത്തൊരു ബുദ്ധിമുട്ടാണോ? എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും തെറ്റുകളും കുറവുകളും നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും വികാരങ്ങളുള്ളവരാണ്. പല സാഹചര്യങ്ങളിലും പല തീരുമാനങ്ങളും എടുക്കേണ്ടതായി വരും. മലയാള സിനിമയിൽ ശക്തമായിട്ട് എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയേണ്ട സമയത്ത് ഈ പ്രധാനപ്പെട്ട 2Ms അവർ സംസാരിച്ചില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ അന്ന് വിമർശിച്ചത്, സമൂഹ മാധ്യമങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരുന്നു, ഒക്കെ വിഷയമുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റിയുടെ സമയത്തും ഇത് തന്നെയാണ് ഉണ്ടായത്. നിശബ്ദതയായിരുന്നു, വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു നിശബ്ദത. ഇനി ഇങ്ങനെയാണ് എന്ന് അറിയുമ്പോൾ സാന്ദ്രയോട് എന്തു പറഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ ഒരുപാട് ഇപ്പൊ കുറച്ചു പേർക്ക് ഇത് വലിയ അത്ഭുതമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. ഈ ഒരു വിഷയത്തിനകത്തും സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിഷയത്തിനകത്തും പ്രതികരിക്കില്ല, അല്ലെങ്കിൽ വളരെ സേഫർ സോണിൽ നിന്നുകൊണ്ട് കളിക്കുകയാണ് മെഗാ സൂപ്പർ താരങ്ങൾ എന്നാണോ? അതവരുടെ നിലപാട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ നിലപാട്. അവർക്കത് സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ പ്രതികരിക്കണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സ്ത്രീകളെ ഇതുപോലെ വിളിച്ച് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. അതവരുടെ നിലപാടാണ്. അതിൽ ചോദ്യം ചെയ്യാൻ നമ്മളാരും അല്ലല്ലോ. പുറത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ അമ്മ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവരൊക്കെ മാറി നിൽക്കുകയാണ്, പകരം കൂടുതൽ സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നു, മൊത്തം മുഖം മാറും, ആറ്റിറ്റ്യൂഡ് മാറും എന്നൊക്കെ ഒന്ന് അവകാശവാദമുണ്ട്. അങ്ങനെ സാന്ദ്ര കരുതുന്നുണ്ട്? മാറട്ടെ, സ്ത്രീകൾ വരട്ടെ.